പെണ്ണും പൊറാട്ടും എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മുതലാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് നൈസാണ്. ഒരു രണ്ട് വലിയ ഇൻസിഡന്റ് നടക്കുന്നു. അതിനകത്തൊരു പട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ ഇതിനു മുമ്പ് ഈ പട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കഥ പറയുന്ന സിനിമ കണ്ടിരിക്കുന്നത് ദിൽ ധഡക്നേ ദോ ആയിരുന്നു. അതിനകത്ത് പ്ലൂട്ടോ മെഹ്റ എന്ന് പറയുന്ന ക്യാരക്ടർ ആമിർ ഖാനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആമിർ ഖാന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വിയേഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ആ ഒരു കഥയൊക്കെയാണ് നമ്മൾ ദിൽ ധഡക്നേ ദോയിൽ കണ്ടത്. അതിനകത്തും ഈ പഴഞ്ചൻ ആ ഒരു ചിന്താഗതിയിലേക്ക് അതൊക്കെ മാറി പുതിയ രീതിയിൽ ചിന്തിക്കുക എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് സിനിമ തന്നെയായിരുന്നു ദിൽ ധഡക്നേ ദോ. ഇത് ആ ഒരു ആശയം തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഇത് പാലക്കാടിലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി. അതുമാത്രമല്ല, ഇതിനകത്ത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ കഥാസന്ദർഭങ്ങൾ പോകുന്നത്. ഒന്ന്, ഒരു ഡോഗ്, ആ ഡോഗിനെ പേ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ നടക്കുമ്പോൾ ആ നാട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ഈ പട്ടിയെ തല്ലിക്കൊല്ലണം, അതല്ലാന്നുണ്ടെങ്കിൽ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ ആ ഉണ്ടാകുന്ന ഒരു കാവസ് ഉണ്ടല്ലോ, ഒരു മേഹം, അത് പറയുന്നുണ്ട്. അതുകൂടാതെ ഇതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്, ചാരുലത എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെതിരെ ഒരു ചെറിയൊരു കാര്യം നാട്ടുകാർക്ക് കിട്ടുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഈ ഉണ്ടാവുമല്ലോ, ഈ പെണ്ണുങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നതാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു രസം കണ്ടെത്തുക എന്ന് പറയുന്ന അവളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ, ഇതിനകത്ത് രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്, രസകരമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ പലരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പുതുമുഖങ്ങളാണ്. പക്ഷെ ഇവരുടെ ആക്ടിങ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നതെന്ന് പറയില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ എന്താണോ അതെല്ലാം അറിഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നൊരു കഥയാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ഓവർ ദ ടോപ്പ് ആ രീതിയിലൊരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുള്ള ചില സെഗ്മെന്റ് വർക്ക് ആവുന്നതല്ലാതെ അങ്ങനെ എൻറ്റയർലി മൊത്തത്തിൽ ഈ സിനിമ അങ്ങനെ വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കനകം കാമിനി കലഹം എന്നുള്ളൊരു സിനിമ, അതുകൂടാതെ തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ള സിനിമ, സൂ ഫ്രോം സോ എന്നുള്ള സിനിമ, നാത്താൻ കേസോട് എന്നുള്ള സിനിമ, ഈ സിനിമയിലൊക്കെ ഇതുപോലുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ഈ പടത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ സിനിമകൾ പോലെ അങ്ങനെ ത്രൂ ഔട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമ അല്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലേക്ക് എത്താൻ വേണ്ടി, അതായത് തുടക്കത്തിൽ ഒരു 20-30 മിനിറ്റ് ഉണ്ട്, അതൊരു സെറ്റിൽ ആവാൻ വേണ്ടി ഒരു സമയം എടുക്കുന്നുണ്ട്. കാരണം ഒന്നാമത് നമുക്ക് പരിചയമുള്ള ആളുകളൊന്നും അല്ല സ്ക്രീനിൽ വരുന്നത്, ഇവർ ഗംഭീര പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്താണ് ഇതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് സംഭവങ്ങൾ എന്താണെന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു 20-30 മിനിറ്റ് എടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ഓവർ ദ ടോപ്പ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഒരു നായയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ മനുഷ്യന്മാരെ നോക്കുമ്പോൾ ആ മനുഷ്യന്മാരെല്ലാവരും ഒരു പൊടിക്ക് ഓവറാണ്. ആ രീതിയിലെ കൈൻഡ് ഓഫ് സംഭവമാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു രാജേഷ് മാധവൻ ഡയറക്ടർ എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ചിലത് വർക്കാവുന്നുണ്ടെങ്കിലും ചിലത് ചീറ്റി പോകുന്ന രീതിയിലാണ് പോകുന്നത്. പിന്നെ രസകരമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓർഗാനിക് ആയിട്ട് കോമഡി ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ മുഹൂർത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ പടത്തിലുണ്ട്. പക്ഷേ ഡയറക്ടറും റൈറ്ററും തീരുമാനിച്ചിരിക്കുന്ന ഒരു ഖ്യാസ് ഉണ്ടാക്കി അതിലൂടെ കൂടുതൽ കോമഡി ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചതിന്റെ ഫലമാണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഓവർ ദ ടോപ്പ് ആയിട്ട് വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതങ്ങോട്ടേക്ക് ഒരുപാടായിട്ട് കൂടി വരുന്ന. ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്ന കനകം കാമിനി കലഹം അല്ലെങ്കിൽ തിങ്കളാഴ്ച നിശ്ചയം, സൂഫ്രം സോ, ഈ പറയുന്ന സിനിമകളെല്ലാം അത് കറക്റ്റ് മീറ്ററിലായിരുന്നു. പക്ഷെ ഇത് ആ മീറ്ററിൽ നിന്ന് ഒരു പൊടിക്ക് മുകളിലേക്ക് ചാടി ആ രീതിയിലേക്ക് ആയിട്ട് പോയതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ രവിശങ്കർ എഴുതിയ ഈ കഥയിൽ, എൻ്റെ തിരക്കഥയിൽ സ്റ്റഫ് ഉണ്ട്. മനുഷ്യൻ്റെ ആണെന്നുണ്ടെങ്കിലും മൃഗത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആ പറയുന്ന ഫിലോസഫി ശ്രദ്ധേയമാണ്. അത് രാജേഷ് മാധവൻ എക്സിക്യൂട്ട് ചെയ്തതിൽ പരമാവധി വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്യാമറ, ഇപ്പൊ സബിൻ ഉറളിക്കണ്ടി എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ കൈ ഒരു ക്യാവ്സ് മേഹം അതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു കഥ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ക്യാമറ വർക്ക്, അതിന്റെ കൂടെ ചമൻ ചാക്കോടെ കട്ട്സ്, ഇതെല്ലാം സെറ്റായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക് ഞാൻ ആക്ച്വലി നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്, പിന്നെ ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ ഇവരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീനിവാസൻ, ബിപിൻ നായർ, ഇവരായിരുന്ന സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന ഗംഭീര വർക്കായിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഡോൺ വിൻസെന്റ് ആണ്. നല്ല വർക്കായിരുന്നു. ടെക്നിക്കലി ഈ പടം സെറ്റാണ്. കാരണം ഒരു ഗ്രാമത്തിൽ തലക്ക് വെളിവില്ലാത്ത കുറെ നാട്ടുകാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയിൽ ആ മൂഡിലേക്ക് എത്താൻ ടെക്നിക്കലി ഇവർ വിജയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ റൈന രാധാകൃഷ്ണൻ, അതാണ് നമുക്ക് പരിചയമുള്ള ഒരു മുഖം. ഇതിനകത്ത് ചാരുലത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ ബോൾഡ് ആയിട്ടുള്ള, ഒരുപാട് സീൻസിലൊന്നും ഇല്ല, പക്ഷെ ഉള്ള സീനുകളെല്ലാം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സീനാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് ഇതിനകത്തുള്ള 100 കണക്കിന് പുതുമുഖങ്ങൾ എന്നാണ് പറയുന്നത്. ഈ പുതുമുഖങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് രാജേഷ് മാധവൻ കറക്റ്റായിട്ട് ഇവർക്കെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ അത് ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന ഓൾമോസ്റ്റ് പുതുമുഖങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു പുതുമുഖമായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നല്ല, എന്താ പറയുക, ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്ന് തന്നെ പറയാം. കാരണം ഇവർ ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന അവരുടെ ആ ഒരു ഡയലോഗ് മോഡുലേഷൻ ആണെന്നുണ്ടെങ്കിലും മാനറിസം ആണെന്നുണ്ടെങ്കിലും ആ പാലക്കാട് സ്ലാങ്, അത് റോ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് മൊത്തത്തിൽ. ആ ഒരു ബ്യൂട്ടി, ആ മനോഹാരിത മൊത്തത്തിൽ പടത്തിലുണ്ട്. ഇതിന്റെ പെർഫോമൻസ് ആണ് ഇതിന്റെ ഏറ്റവും സ്ട്രോങ് സോൺ ഈ പടത്തിന്റെ.
അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയൊരു പടമാണ്. ഇത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും ആ ഒരു ക്യാരക്ടേഴ്സും പിന്നെ കുറേ നല്ല രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ട് നല്ല മൂവിംഗ് ആയിട്ട് തന്നെ പോകുന്നു. നല്ലൊരു ഫൈനൽ ആക്ട്, അതായത് ക്ലൈമാക്സ് നൽകിയാണ് പടം അവസാനിക്കുന്നതും. കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന ക്ലീൻ യു സർട്ടിഫിക്കേഷൻ ആണ് ഈ പടത്തിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പടത്തിലെ ഒരു ക്യാരക്ടർ, അതിനകത്ത് ശാരലത എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ചോദ്യത്തിന് ശേഷമാണ് ഇതിനകത്ത് കൂടുതൽ ആ ഒരു ക്യാവോസ് അല്ലെങ്കിൽ മേഹം നടക്കുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കുട്ടികൾക്ക് എല്ലാം അറിയാം, കുട്ടികളത് ചോദിക്കില്ല. പക്ഷേ ആ ഒരു കൺസെന്റ് അല്ലെങ്കിൽ ആ ഒരു ചോദിക്കുന്ന കാര്യം, അതിനകത്ത് ഒരു പ്രോപ്പർ ഗൈഡൻസ് കുട്ടികൾ കൊടുക്കണം. കാരണം ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയാണ്, ഇതിനകത്തുള്ള വട്ടം ക്യാരക്ടേഴ്സ് ഒക്കെയാണ്, അപ്പോൾ അവർ കാണിക്കുന്നത് അതേപോലെയൊക്കെ കാണിക്കാനുള്ള ഒരു പ്രവണത ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതിനാണല്ലോ പ്രോപ്പർ പാരന്റൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാരന്റ് ഗൈഡൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന ക്ലീൻ യു സിനിമയാണ് പെണ്ണും പൊറാട്ടും.